ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നില്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് BBS ലാസ്റ്റ് സെഷൻ ആയിട്ട് വരും. കോളം BBS ആണ്. ഇനി നമുക്ക് BBS സെഷൻ ഇല്ലാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോ പഠിച്ച ബേസിക്സ് ഇല്ലേ, സ്ലാബ്, ബീം, ഇനി പഠിക്കാൻ പോകുന്ന കോളം, ഇതിന്റെ വേരിയൻസ് ആണ് ബാക്കി എല്ലാ സ്ട്രക്ചറൽ എലമെന്റ്സും. നിങ്ങൾക്ക് ഇതിനൊരു കോമ്പിനേഷൻസ് ആണ് പലയിടത്തും കാണാൻ കിട്ടുക. ഇപ്പൊ പൈൽ ക്യാപ്പ് ആണെങ്കിൽ സ്ലാബിന്റെയും ബീമിന്റെയും കൂടി ഒരു കമ്പൈൻഡ് വേരിയന്റ് ആണ് പൈൽ ക്യാപ്പ് വരുന്നത്. സ്ലാബിലെ പോലെ ടോപ്പ് ആൻഡ് ബോട്ടം ബാർ ഉണ്ടാകും. പിന്നെ ഒരു വേരിയേഷൻ എന്ന് വെച്ചാൽ ബീമിന്റെ പോലെ സൈഡ് ഫേസ് റീൻഫോഴ്സ്മെന്റ് ഉണ്ടാവും പൈൽ ക്യാപ്പിന്. പൈൽ ക്യാപ്സ് ഇപ്പൊ സിംഗിൾ പൈൽ ക്യാപ്പ് ഒക്കെ, സിംഗിൾ പൈൽ ക്യാപ്പ്, ഡബിൾ പൈൽ ക്യാപ്പ് ഒക്കെ ബീം പോലെ തന്നെയാണ് ഡീറ്റെയിലിംഗ് വരാം. അതേസമയം ട്രിപ്പിൾ ആൻഡ് ഫോർ പൈൽ ആൻഡ് അങ്ങനെ പൈൽ ഗ്രൂപ്പ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു സ്ലാബിന്റെ പോലെ ആയിരിക്കും ചെയ്യേണ്ടി വരാം. ലൈക്ക് സ്ലാബ് ആൻഡ് ബീം കമ്പൈൻഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ ഫുട്ടിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ സ്ലാബും കോളും രണ്ടും കൂടി കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ വരുന്ന പൈലാണെങ്കിൽ കോളത്തിന് സിമിലർ ആണ് നമ്മൾ അതിനെ BBS ചെയ്യുന്നത്. സോ ഒരുവിധം അത് വെച്ചിട്ടെല്ലാം കോമ്പിനേഷൻസ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ലാബ്, ബീം, കോളം മാത്രം BBS നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലെങ്കിൽ പറയണേ. സോ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു കോളം ഷെഡ്യൂൾ ആണ്. യൂഷ്വലി നമുക്കൊരു പ്രൊജക്റ്റിന് ഇങ്ങനെ കോളം ഷെഡ്യൂളെ തരത്തുള്ളൂ. വേറെ കോളത്തിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് അങ്ങനെ തരല് കുറവായിരിക്കും. സോ ഡീറ്റെയിലിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും കോളത്തിന്റെ BBS ചെയ്യേണ്ടി വരാം. ഈ ഡീറ്റെയിലിംഗ് തരുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഇല്ലാത്തതായിട്ടുള്ള കോളംസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും സൈസും റീബാറും ചേഞ്ച് ചെയ്യുന്ന കോളംസും ഉണ്ടാവും. ഈ കൂട്ടത്തിൽ കണ്ടോ, ഇതൊരു ഫ്ലോട്ടിംഗ് കോളാണ്. ഈ ഒരു ഫ്ലോറിൽ ഉണ്ടത്, പിന്നെ ഹെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കാണുന്നത് ഇത് കണ്ടോ, ഇത് ഹെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ഫ്ലോർസിൽ ആബ്സെന്റ് ആണ്. ഇവിടെ ടെർമിനേറ്റിംഗ് കോളംസ് വരുന്നുണ്ട്. ഈ കോളംസ് എല്ലാം ടെറസ് ഫ്ലോർ വരെയും പോകുന്നുണ്ടെങ്കിൽ ഇത് തേർഡ് ഫ്ലോർ വരെയും പോകുന്നുള്ളൂ. ഇത് ഫസ്റ്റ് ഫ്ലോർ മാത്രമുള്ള കോളാണ്. സോ ഇങ്ങനെ ഈ ഓരോ കോമ്പിനേഷൻസ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വരുന്നത് ഇതിനകത്ത് ടൈസ് കൊടുക്കുന്നതിന്റെ പാറ്റേൺ. എങ്ങനത്തെ ടൈസാ കൊടുത്തേക്കുന്നത്? ഇങ്ങനെ കാണുന്ന കൺഫ്യൂഷൻ ആവും. ഏതൊക്കെയാണ് ജസ്റ്റ് പ്രിന്റല്ലേ കിട്ടത്തുള്ളൂ. യൂഷ്വലി പ്രിന്റ് ആണ് കിട്ടുക. ഇതിപ്പോ സ്ട്രക്ചർ ഡ്രോയിങ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏതൊക്കെ ടൈ കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിലെ പാറ്റേൺ നോക്കാം. സോ രണ്ട് ടൈ സെയിം സൈസിലും പിന്നെ ഒരു ടൈ ഔട്ടർ ആയിട്ട് നമുക്ക് ഒരു ഔട്ടർ ടൈയും രണ്ട് ഇന്നർ ടൈ ആയിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതില് ഈ ആദ്യത്തെ 3 എണ്ണം കൂടുമ്പോൾ ഒരു ടൈ. പിന്നെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സിമ്പിൾ നോക്കിയാൽ മതി. ഈ സിമ്പിൾ കാണിക്കുന്നത് ടൈന്റെ എൻഡ് ആണ്. സോ അവിടെ വരുമ്പോൾ ടൈ ക്ലോസ് ചെയ്തു എന്നാണ് അത് അർത്ഥം കാണിക്കുന്നത്. ഇവിടെയും സെയിം ഒരു ടൈ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് മൂന്നാമത്തെ വലിയ ടൈ. ഇനി അടുത്തത് ഈ ഒരു ഷേപ്പ് നോക്കിയേ. ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 3 റെക്ടാങ്കിൾ ടൈസ് വരുന്നുണ്ട്, 3 ട്രയാങ്കിൾ ടൈസും ഉണ്ട്. ഇത് സ്ട്രക്ചർ ഡ്രോയിങ് തന്നില്ലെങ്കിൽ നമ്മൾ വരച്ചു നോക്കണം. കാരണം ഇത് വെച്ചിട്ടാണ് ടൈസിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. സാധാരണ നമ്മൾ ബീമിൽ എടുക്കുന്ന പോലെ നമുക്ക് ഇവിടെ ടൈന്റെ ക്വാണ്ടിറ്റി ജസ്റ്റ് അതിനടിയിലുള്ള ഇത് വെച്ച് സ്കാൻ ചെയ്ത് ലെഗ് അടിയിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് ബീമിന് നമ്മൾ സിറപ്പിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് ഡയമെൻഷൻ അടിയിൽ എഴുതുന്ന ഡയമെൻഷനും അതുപോലെ തന്നെ ബീമിന്റെ പേരും വെച്ചാണ് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിലൊക്കെ കണ്ടില്ലേ ഈ ഒരു റൈറ്റിങ്, അതായത് ഇതിനടിയിൽ സ്റ്റിറപ്പ് കാണിച്ചേക്കുന്ന ഈ ഒരു ലൈനും ഡയമെൻഷൻ ലൈനും ടെക്സ്റ്റും അതുപോലെ തന്നെ ബീമിന്റെ പേരും, ഇത് മൂന്നും കൂടി സ്കാൻ ചെയ്തിട്ടാണ് സ്റ്റിറപ്പിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. സോ ബീമിന്റെ സൈസ് നോക്കും, എന്നിട്ട് അതിൽ നിന്ന് ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ആസ് പെർ IS 2502 ടേബിൾ 8A അതിനകത്തു നിന്ന് ഇതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. 2 times L plus B plus 24 times ഡയ ആണ്. ഡയ ഓഫ് ബാർ ഈ ഒരു ടെക്സ്റ്റ് നിന്ന് എടുക്കുന്നത്. ഇനി നമ്പർ ഓഫ് ബാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസിങ് റെഫർ ചെയ്യുന്നത്. സോ ആഫ്റ്റർ സ്കാൻ ഇത് വരാമെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ 2 legged 45 നമ്പർ ഓഫ് ബാർ 10 ഡയ, അതിന്റെ ബാർ മാർക്ക് 500, സ്പേസിങ് 100. ഇങ്ങനെയാണ് തിരിച്ച് കിട്ടുന്നത് BBS ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. സോ ഇതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ 2 legged 4 legged വരെയും നമുക്ക് BBS ഡയറക്റ്റ് സ്കാൻ ചെയ്ത് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. 4 legged ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 സെറ്റ്
ബാറാണ് വരാം. 4 ലെഗ്ഡ് ആവുമ്പോഴത്തേക്കും 2 സെറ്റ് ടൈസ് കയറി വരും. അതേസമയം കോളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 4 ലെഗ്ഡ് 2 ലെഗ്ഡ് കോൺസെപ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ടോ കൂടുതൽ മൾട്ടിപ്പിൾ ലെഗ്സ് വരും. 4 ഒക്കെ വരുന്നത് ചാൻസ് വളരെ ചെറിയ പ്രൊജക്ട്സിൽ. അതുകൊണ്ട് ഇതിപ്പോ 4 ലെഗ്ഡ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം ഇതിൽ 4 ലെഗ്ഡിന്റെ കോൺസെപ്റ്റ് വ്യത്യാസമാണ്. സോ ടൈസിന്റെ ക്വാണ്ടിറ്റി നമ്മൾ മാനുവൽ എടുക്കേണ്ടി വരും. മാനുവൽ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് IS 2502 ടേബിൾ നമ്പർ 8 റെഫർ ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് കൺസ്ട്രെയിൻ, അതായത് ഫസ്റ്റ് കൺസ്ട്രെയിൻ കറസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ഡക്ടൈൽ ഡീറ്റെയിലിംഗ് ആണ്. സെക്കൻഡ് അത് ഡീറ്റെയിൽ വരുന്നത് നമുക്കത് നോർമൽ ഡീറ്റെയിലിംഗ് ആണ്. 90 ഡിഗ്രി ഹുക്കും ആദ്യത്തെ കേസ് 135 ഡിഗ്രി ഹുക്കും ആണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാതെ. ടേബിൾ നമ്പർ 8 ഫസ്റ്റ് കണ്ടോ, ഹുക്കിന്റെ ആംഗിള് 135 135 ഡിഗ്രിയിൽ അത് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 90 ഡിഗ്രി. നോർമലി ഇപ്പോ എർത്ത് ക്വിക്ക് സോണിലല്ലാത്ത ബിൽഡിങ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ആണ്. എർത്ത് ക്വിക്ക് ഡീറ്റെയിലിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ബെൻഡ് ഉള്ള ഹുക്ക് യൂസ് ചെയ്യണേ. സോ ഇതനുസരിച്ച് ലെങ്ത് ഓഫ് ബാർ എന്ന് പറയുന്നത് 2 times A+E+24 ഡയ. എ എന്ന് പറയുന്നത് ഈ ടാഗിന്റെ ഇൻസൈഡ് ക്ലിയറൻസും ഇ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ക്ലിയറൻസും ആണ്. ഈ ഡയ ഓഫ് ബാർ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേറെ ഈസി വേ ഞാൻ പറയാം. നമ്മൾ ഈ ഒരു ഇമേജ് കിട്ടുവാണെങ്കിൽ ഇത് സ്കെയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഒരു ഓപ്ഷൻ. പക്ഷെ അത് ഭയങ്കര റഫ് കാൽക്കുലേഷൻ, ആക്യുറസി കുറവാണ്. നമുക്ക് BBS പോയിന്റ് ഓഫ് വ്യൂവിൽ സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി പ്രശ്നം ഉണ്ടാവും. ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതിയെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഇത് ചെയ്തിട്ട് സ്കെയിൽ ചെയ്തിട്ട് ക്വാണ്ടിറ്റി എടുക്കാം. ഇനി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ കോളത്തിന്റെ സൈസ് വെച്ചിട്ട് ഇത് വരയ്ക്കണം. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാവേ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് കവർ ഓഫ്സെറ്റ് ചെയ്യുക. 40 mm ആണ് കവർ എങ്കിൽ ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് വരും. ഇതായിരിക്കും ടൈസിന്റെ ഇൻസൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ പ്രിഫർ ചെയ്യുക ടൈക്ക് ആണ് ഈ കവർ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ്. മെയിൻ ബാറിന്റെ കവർ അല്ല, മെയിൻ ബാറിന്റെ അവിടെ ലൈക്ക് എൻഡിലാണ് കവർ വന്ന് നിൽക്കുക. ടൈസ് വരുന്നത് ഈ കവറിന്റെ അകത്ത്. അതായത് എന്റെ ടൈ വരയ്ക്കുവാണെങ്കിൽ 10 mm ടൈ ആണെങ്കിൽ അതിങ്ങനെ പുറത്തേക്കായിരിക്കും ഓഫ്സെറ്റ് ചെയ്യുക. ഈ കളർ കാണുന്നില്ലെങ്കിൽ ഞാൻ കളർ ജസ്റ്റ് മാറ്റി. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന വാല്യൂ 30 ആണ്. കവർ വരുന്നത് 40 ഇങ്ങനെ. അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. ഇത് കറക്റ്റ് കിട്ടണമെങ്കിൽ നോർമൽ കവർ എത്ര കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഡ്രോയിങ് ജനറൽ നോട്ട്സ് നോക്കിയിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ. ഞാനിപ്പോ എന്റെ ഈ പ്രൊജക്ടിന്റെ കേസിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് മാറും, പ്രൊജക്ട്സ് അനുസരിച്ച് മാറും. സോ ഈ ടൈന്റെ ഇൻസൈഡ് ക്ലിയറൻസ് മാത്രം എനിക്ക് മതി. സോ ഇത് ഫുൾ ലൈൻ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഇനി എനിക്ക് ബാർ കൊടുക്കണം. നമ്പർ ഓഫ് ബാർ നമുക്ക് എളുപ്പം മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ അറേ ഓപ്ഷൻ ആണ്. ഇതിനകത്ത് ഈ ഒരു ബാറിന്റെ ഡയ എത്രയാണ്? നമുക്ക് ബാറിന്റെ കോളത്തിന്റെ മെയിൻ ബാർ ഡയ നോക്കാം. 16 mm. 16 mm ഒരു സർക്കിൾ ഇവിടെ വരച്ചു കൊടുക്കുക. കുറച്ച് കറക്റ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എന്നാലേ കറക്റ്റ് സ്പേസിങ് കിട്ടത്തുള്ളൂ. ഇത് ഒരു ബ്ലോക്ക് ആയിട്ട് ഹാച്ച് ചെയ്ത് വെക്കുക. ഇവിടെ ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചെക്ക് ചെയ്യട്ടെ സർക്കിളുണ്ടോന്ന്. ഞാനിവിടെ കുറച്ച് ഡയമീറ്റേഴ്സ് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. 16 ഉണ്ട്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നോക്കി ഇതിനകത്ത് 16ന്റെ 12 നമ്പേഴ്സ്.
സോ 6 ഈ ഒരു ഫേസിൽ വരണം. നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ മിക്കവാറും കോപ്പി എടുത്ത് വെക്കുമായിരിക്കും ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്നില്ല. ഒന്നില്ലെങ്കിൽ അറേ ഓപ്ഷൻ എടുത്ത് ചെയ്യാം. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അറേ എടുക്കുക, നമ്പർ ഓഫ് കോളംസ് 6 ആക്കുക, നമ്പർ ഓഫ് റോസ് 1 ആക്കുക, ഒരു അപ്രോക്സിമേറ്റ് സ്പേസിങ് ഞാനൊരു 100 സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ്. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഒന്നില്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. 200 ആവുമ്പോൾ ഭയങ്കര കൂടുതലാണ്. സോ 160. ഓക്കെ, 160 ഇതിൽ ഏകദേശം വരുന്നുണ്ട് സ്പേസിങ്. ഇനി ഇതല്ല കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മിറർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഹാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാട്ടോ. ഞാൻ ഡ്രാഫ്റ്റിംഗ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇത് കഴിയുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റീസ് ഇതിൽ നിന്ന് തന്നെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്ത് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ, മാത്സിൽ സ്ട്രോങ് ആണെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് ഈ ഓരോ ബാറിന്റെ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക, 2 ബാർ സ്പേസിങ് സം ചെയ്തിട്ട് അതിലോട്ട് ഡയയുടെ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസൈഡ് ക്ലിയറൻസ് വാല്യൂ കിട്ടും ഈ ഒരു ടൈമിന്റെ. സെയിം പ്രൊസീജിയർ ഹൊറിസോണ്ടലും എടുക്കുക, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ രണ്ടും എടുക്കുക. അങ്ങനെ ഒരു ടൈമിന്റെ കണ്ടുപിടിച്ചാൽ അത് തന്നെ ട്വൈസ് എടുക്കുമ്പോൾ ഇതിന്റെ നമ്പറും ഇതിന്റെ ലെങ്ത് കിട്ടിക്കോളും. തേർഡ് വണ്ടെ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതല്ലാണ്ട് 3 ബാറിനെ കൺസിഡർ ചെയ്യാം, സ്പേസ് കൺസിഡർ ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാം. 6 അല്ലേ നമുക്ക് നടുക്ക് ഇതിന്റെ സെന്റർ തൊട്ട്, അല്ലെ ഈ ഒരു ഇടക്കുള്ള ഗ്യാപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ സെന്റർ തൊട്ട് ഈ സെന്റർ വരേക്ക് നമ്മൾ ഒരു ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഡിവൈഡ് കമാൻഡ് യൂസ് ചെയ്യും. ഈ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനിടയിൽ എത്ര ബാറുണ്ട്, എത്ര സ്പേസ് ഉണ്ട്? 1, 2, 3, 4, 5 സ്പേസ്. 5 സ്പേസ്. പി ടൈപ്പ് എന്ന് കൊടുത്താൽ പോയിന്റിന്റെ ടൈപ്പ് മാറ്റിയാൽ മതി. അവൾ ഡിവൈഡ് ചെയ്തേക്കുന്ന അവിടെ ഓരോ പോയിന്റ്സ് കയറി വരും. അത്രയും കോപ്പീസ് നമുക്ക് ഈ ഒരു ബാറിൻ്റെ അത് കൊടുത്താൽ മതി. ഇങ്ങനെ എടുത്താൽ ആക്യുറേറ്റ് ആണ് അതിന്റെ സ്പേസിങ്. മറ്റത് ഞാൻ ആദ്യം കാണിച്ച അറിയാൻ മെത്തേഡ് അപ്രോക്സിമേഷൻ ആണ്. അതും ചെയ്യാം, ഇതും ചെയ്യാം. ഏകദേശം നമ്മൾ റൗണ്ട് ചെയ്തൊക്കെയാണ് ടൈൽസിന്റെ സൈസ് എടുക്കുന്നത്. ഇത്രയും ആക്യുറേറ്റ് ആയില്ലേലും കുഴപ്പമില്ല. 160 അടുത്ത സ്പേസിങ് വന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് താഴേക്ക് മിറർ ചെയ്യാം. ഇനി ടൈൽസ് വരയ്ക്കണം. ടൈൽസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. ആദ്യത്തെ 3 ബാറാണ് നമുക്ക് ജോയിൻ ചെയ്യണ്ടേ. സോ 3ാമത്തെ ബാർ കഴിഞ്ഞ് ഒരു ലൈൻ വരച്ചിടാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് എന്നിട്ട് മിറർ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല ഒരു അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. മാനുവൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി ആൾക്കാർ തെറ്റി പോവാതിരിക്കുന്നത് ഈ മെത്തേഡ് ചെയ്യുമ്പോഴാണ് തോന്നിയിരിക്കുന്നത്. കാര്യം മാനുവൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഡയ ആഡ് ചെയ്യാൻ വിട്ടുപോകും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. സോ ബെറ്റർ ഈ മെത്തേഡ് ആണ്. എന്നിട്ട് ഇതിന്റെ കോപ്പി അങ്ങ് എടുത്ത് പുറത്തേക്ക് വെച്ചാല് ഓരോ സെറ്റ് ടൈസ്, ഇത് രണ്ടും ഒരേ സൈസ് ആയതുകൊണ്ട് നമ്പർ മാത്രം ട്വൈസ് ആക്കിയാൽ മതി. ഇത് സിംഗിൾ. ഓക്കെ, ഇത് എന്തിനിപ്പോ വരച്ചത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതില് ഈ ഹൊറിസോണ്ടൽ ലെങ്ത് ഇല്ലേ, ഡൈനാമിക് യൂസേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഹൊറിസോണ്ടൽ ലെങ്ത് കിട്ടും. ഇപ്പൊ ഇതിൽ കാണിക്കുന്നില്ല, 2D പോൺലൈൻ ആയതുകൊണ്ടാണ്. എക്സ്പ്ലോർ ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ഈ ഡൈനാമിക് യൂസേഴ്സ് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചാൽ സൈഡിൽ ഒരു 3 ലൈൻ ഉണ്ട്. ഇതിന്റെ അത് ഡൈനാമിക് അല്ല, ക്വിക്ക് പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു കുഞ്ഞു വിൻഡോ വരുന്നത്. ഡൈനാമിക് ഇൻപുട്ട് ആണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതല്ലാണ്ട് സെലക്ഷൻ സൈക്കിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അടിയിൽ കുറെ ലൈൻസ് ഓവർലാപ്പ് കിടപ്പുണ്ടെങ്കിൽ അതിൽ അടിയിലത്തെ ലൈൻ എടുക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് ഡാറ്റ. ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഹൊറിസോണൽ ലെങ്ത് 337.6 ആണ് എന്റെ ഹൊറിസോണൽ ലെങ്ത്. അത് നമുക്ക് സൈറ്റിൽ ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അതിനെ റൗണ്ട് ചെയ്യും. നിയറസ്റ്റ് 5 സെന്റിമീറ്ററിലേക്ക് റൗണ്ട് ചെയ്യാം.
അല്ലെങ്കിൽ 2.5 സെന്റിമീറ്ററിലേക്ക് നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. അപ്പൊ 337.6 എനിക്ക് 350 എടുക്കാം, 340 എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായാലും നല്ലതാ. സോ ഞാനത് 350 എടുക്കാം. ഈ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ 220. ഓക്കെ, അതിൽ 220 കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം വേർട്ടിക്കൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഹൊറിസോണ്ടൽ നമുക്ക് കുറച്ചധികം നീങ്ങി നിന്നാലും അത് പ്രശ്നമില്ല സൈഡില്. കാര്യം തൊട്ട് ഈ ബാറിന് കുറച്ച് ഗ്യാപ്പ് വരുന്നേ ഉള്ളൂ. ടൈ ചെയ്ത് വെക്കുന്നതിന് പ്രശ്നമില്ല. ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നത് പറ്റും, കവറിന് വെളിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇത് ഞാൻ 220 എടുത്തിട്ട് ഹൊറിസോണ്ടലിൽ ഞാൻ കുറച്ചുകൂടി വാല്യൂ കൂടുതൽ എടുത്തത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് സെറ്റ് ഫില്ല് ചെയ്യുന്നത്. സോ ഈ BBSനകത്ത് ടൈ ഡീറ്റെയിൽസ് ഇതിനകത്ത് വെച്ചില്ല അല്ലെ? വെച്ചതുണ്ടല്ലോ ഇതിനകത്ത്. ടൈ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാനുവൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കോളത്തിന്റെ കേസിൽ മാനുവൽ ആയിട്ട് ടൈ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന്നും നിങ്ങൾക്ക് ഓൾറെഡി കാണാതെ അറിയത്തില്ല എങ്ങനെ ഇത് ആഡ് ചെയ്യുന്ന പേടി ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ വെച്ചാൽ ഒരു ബീമായിട്ട് സങ്കല്പിച്ച് വെറുതെ റഫ് സ്കാൻ ചെയ്യാം. സോ അതിൽ നിന്ന് ഒരു ബീം സ്കാൻ ചെയ്തതിന്റെ റിസൾട്ട് എടുത്ത് വെച്ച് അതിൽ വാല്യൂസ് മാറ്റി ചെയ്ത് എഴുതിയാലും മതി. അതിനകത്ത് ആകെ ഫില്ല് ചെയ്യാനുള്ളത് എ വാല്യൂ, ഇ വാല്യൂ, ടോട്ടൽ ലെങ്ത്. ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് IS കോഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കാൻ അത് ഞങ്ങൾ ചെയ്യുന്ന ഡയമെൻഷൻ ലൈൻ വരയ്ക്കും. എവിടെ തൊട്ട് എവിടെ വരെയാണ് നമ്മൾ ടൈസ് കൊടുക്കുക. കോളത്തിന്റെ കേസിൽ നമ്മൾ ജംഗ്ഷനിൽ ടൈ നിർത്തത്തില്ല. ബീമിൽ നമ്മൾ ബീം കോളം ജംഗ്ഷനിൽ ടൈ നിർത്തും. അങ്ങനെയാണ് വരയ്ക്കുക. ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ലൈൻ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ? അതായത് ബീമിലെ ടൈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത കോളം വരെ നിർത്തും. അതുകൊണ്ടാണ് ഇവിടെ അടിയിലെ ഡയമെൻഷൻ ലൈൻ കോളം ടു കോളം മാർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് സെന്റർ ടു സെന്റർ മാർക്ക് ചെയ്യാതിരിക്കുന്നത്. അതേസമയം കോളത്തിൽ അത് കണ്ടിന്യൂസ് ഇടണം എന്നതാണ് നമ്മൾ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് അനുസരിച്ച് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ താഴേന്ന് മേളിലേക്കുള്ള ടോട്ടൽ ഫ്ലോർ ഹൈറ്റ് എടുത്താൽ എത്ര ലെങ്ത് ഉണ്ടോ അത് ഡിവൈഡ് ബൈ കോളം സ്പേസിംഗ്. സെയിം സ്പേസിംഗ് ആണ് ത്രൂ ഔട്ട് എങ്കിൽ അങ്ങനെ. ഈ സ്പേസിംഗ് വേരിയിങ് ആണ്, 100 അല്ല ത്രൂ ഔട്ട്. ഞാൻ പല സ്പേസിംഗ് എനിക്ക് വരുന്നുണ്ട് എന്ന കേസിലാണെങ്കിൽ നമ്മളിത് ഓരോന്ന് ഇൻഡിവിജ്വലി മാർക്ക് ചെയ്ത് എടുക്കണം. ഇവിടെ എന്തുകൊണ്ട് എനിക്ക് ത്രൂ ഔട്ട് ഒരേ സ്പേസ് വന്നതെന്ന് കൂടി പറഞ്ഞു തരാം. അതായത് ആസ് പെർ ഡീറ്റെയിലിംഗ് എനിക്ക് കോളത്തിന് ഇതിനകത്തില്ല, സെപ്പറേറ്റ് ടേബിളാ. എനിക്ക് ടൈസ് അറ്റ് കൺഫൈൻമെന്റ് സോൺ 100 സ്പേസിംഗിലും അല്ലാത്ത പോർഷനിൽ 150 സ്പേസിംഗും ആണ്. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫൈൻമെന്റ് സോൺ ഇവിടെ ഒരു 450 mm അല്ലെങ്കിൽ 1 മീറ്റർ അടുത്ത് വന്നു വിചാരിക്കാം. അത് കഴിയുമ്പോൾ ലാപ്പിംഗ് വരുന്നുണ്ട്. ലാപ്പിംഗ് വരുന്ന അവിടെ നമ്മൾ സ്പെഷ്യൽ കൺഫൈൻമെന്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ലാപ്പിംഗ് സോൺ വരെയും കൊടുത്തു, അവിടെ നിന്ന് ലാപ്പിംഗ് സോണിലും കൊടുത്ത് മേളിലത്തെ കൺഫൈൻമെന്റ് സോണിലും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ 150 ഇടാനുള്ള ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ടാണ് ത്രൂ ഔട്ട് ഞാൻ അതിന് 100 എന്നുള്ള രീതിയിൽ നമ്പർ ഓഫ്, അപ്പൊ എനിക്ക് ടോട്ടൽ ലെങ്ത് എടുക്കാം, ഡിവൈഡ് ബൈ സ്പേസിംഗ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാർ കിട്ടും. അതാണ് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. സോ ഒരു ബാറിന്റെ സെറ്റാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ ഒരു പ്ലെയിനിൽ നമുക്ക് എത്ര സെറ്റ് ബാർ ഉണ്ട്? 3 സെറ്റ് ബാർ ഉണ്ട്. സോ നമ്പർ ഓഫ് ബാർ ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഒരു ടൈമിന്റെ ക്വാണ്ടിറ്റി കിട്ടുക. നമ്പർ ഓഫ് ബാർ ഡയറക്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി. അങ്ങനെയാണ് വാല്യൂ എടുക്കുന്നത്. ഈ ടൈസ് എടുക്കുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത് മാനുവലി കുറച്ച് ചെയ്യേണ്ടി വരും. ടൈസിന്റെ ആദ്യം A and E വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കലി വരച്ചെടുക്കാം, അല്ലെങ്കിൽ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാം. A and E വാല്യൂസ് ആണ് നമ്മൾ ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ ഓഫ് ബാർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ ബിൽഡിങ്ങിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കണം. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഡ്രോയിങ്ങിൽ ക്രോസ് സെക്ഷൻ അവൈലബിൾ ആണെങ്കിൽ ആ സെക്ഷൻ എടുത്ത് വെച്ചാലും മതി. യൂഷ്വലി അത് കറക്റ്റ് അതിനകത്ത് ഫ്ലോർ ഹൈറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബീംസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ ഒരു തവണ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ബീം ലൈൻ ആണ്, ബീം ലൈനാ പോയേക്കുന്നത്. സ്ലാബ് നമ്മൾ കാണിക്കാറില്ല, ബീം മാത്രം ലൈൻ വരച്ച് കാണിക്കാറുള്ളൂ. ആക്ച്വലി ഈ ടോപ്പ് ലെവലില് താഴത്തോട്ട് സ്ലാബും കൂടി ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. പിന്നെ കൺഫൈൻമെന്റ് സോണിൽ കമ്പയർ ചെയ്യുന്നത്. ഞാനിപ്പോ കൺഫൈൻമെന്റ് സോണിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു കാര്യം ഇതിന്റെ ഡീറ്റെയിലിംഗ് IS 13920 എടുത്ത് നോക്കുക.
അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന ജനറൽ നോട്ട്സ് റെഫർ ചെയ്താലും മതി. ഈ ജനറൽ നോട്ട്സിനകത്ത് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് ഈ ഒരു പോർഷനിൽ അടുപ്പിച്ച് കമ്പി കൊടുത്തിട്ടില്ലേ, ഇതാണ് കൺഫൈൻമെന്റ് സോൺ. ഇവിടെയും കണ്ടോ, ഇവിടെയും കൺഫൈൻമെന്റ് സോൺ. നടുക്ക് ലാപ്പിംഗ് വന്നേക്കുന്ന അവിടെ സ്പ്ലൈസ് എന്ന് പറയും നമ്മള്. അവിടെ നമ്മള് കൺഫൈൻമെന്റ് സോണിന്റെ കമ്പിയാണ് ഇടേണ്ടത്. ഇതല്ലാത്ത പോർഷനിൽ മാത്രം നമുക്ക് സ്പേസിങ് കൂടുതൽ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സോൺ വരിക എന്ന് പറയുമ്പോൾ യൂഷ്വലി കുറവാണ്. ചില ബിൽഡിങ്ങിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ബിൽഡിങ്ങിൽ ഞാൻ ലാപ്പിങ്ങിന് എണ്ണം കൺട്രോൾ ചെയ്തേക്കുക. അതായത് ഒരു ഫ്ലോറിൽ ഒരു സെറ്റ് ലാപ്പിംഗ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഫ്ലോർ ഹൈറ്റ് 4.5 മീറ്റർ ഒക്കെ വരുന്ന അവിടെ 2 ലാപ്പിംഗ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഫുള്ള് ഒറ്റയടിക്ക് ഒരേ സ്പേസിങ്ങിൽ പാറിടാനേ ടൈസ് ഇടാനേ പറ്റത്തുള്ളൂ. സ്പേസിങ് ഇങ്ങനെ നമുക്ക് സോൺ വൈസ് മാറ്റി ഇടാൻ പറ്റുന്ന തോന്നല്ലോ. ഓക്കെ, അതൊരു ഓപ്ഷൻ. ഇനി ഇതിലും ആക്യുറേറ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാട്ടോ. ഞാനിത് വേണമെങ്കിൽ ഓരോന്നിന്റെ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് 1-2 ബാർ മാത്രം വേറെ സ്പേസിംഗ് ഒക്കെ. പക്ഷെ അപ്പൊ എന്താണെന്നറിയോ, സൈറ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ലേബറിനുള്ള ടൈം കൂടുതലായിരിക്കും. പണിക്കാർക്ക് ഒത്തിരി സമയം വേണ്ടി വരും. ഇതുവരേക്ക് ഇത്ര ടൈ, ഇത് കഴിയുമ്പോൾ 2 ടൈ ഗ്യാപ്പ് കൂട്ടി, ബാക്കി ടൈസ് വീണ്ടും 100, പിന്നെ 2 ടൈ ഗ്യാപ്പ് കൂട്ടി. അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഫുൾ 100 ഇട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ടൈം ഈസി ആയി കാര്യങ്ങൾ പെട്ടെന്ന് തീരും. ഓക്കെ, പിന്നെ ഈ കൺഫൈൻമെന്റ് സോണിൽ കറക്റ്റ് ആയിട്ട് സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ജംഗ്ഷനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മൊമെന്റും ഷിയർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇവിടെ പ്രോപ്പറായിട്ട് കമ്പി കണ്ടിന്യൂ ചെയ്തില്ല, പ്രോപ്പറായിട്ട് സ്പേസിങ് കൊടുത്തില്ലെങ്കിൽ ഈ ജോയിന്റ് ഫെയിൽ ആവും. ഫെയിൽ ആകുമ്പോൾ ഹിഞ്ച് ഫോം ചെയ്യും. ഈ ബീമും ഫെയിൽ ആവും, സ്ലാബും ഫെയിൽ ആവും, പെട്ടെന്ന് ഫെയിൽ ആവും. മനസ്സിലായോ? ഫെയിലർ വിത്തൗട്ട് അല്ലാം നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സോൺ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് കൺഫൈൻമെന്റ് റീഇൻഫോഴ്സ്മെന്റ് ഇടണം എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ കൂടുതലും 100 സ്പേസിംഗ് ആണ് ഓപ്റ്റ് ചെയ്യാറ്. അത് ഷിയർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഓവറായിട്ട് കൊടുക്കുന്ന ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ വരുമ്പോൾ കൂടുതൽ സേഫ് ആയിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ഈ 100 സ്പേസിംഗിൽ കൂടുമ്പോൾ കുറെ റൂൾസ് ഉണ്ട് ഇതിന്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. നമ്മൾ IS 13902 ഈ സ്പേസിംഗ് ഓഫ് ടൈസ് ഇൻ കൺഫൈൻമെന്റ് സോണിന്റെ കുറെ റൂൾസ് ഉണ്ട്. ജനറലി ഈ ഒരു കൺഫൈൻമെന്റ് സോൺ എന്തോരം കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോസ് 8.1 നോക്കിയാൽ മതി. അതിൽ പറയുന്നത് ലാർജ് ഡയമെൻഷൻ ഓഫ് മെമ്പർ, അതായത് കോളത്തിന് ഇപ്പൊ സൈസ് 300-700 ആണെങ്കിൽ 700 ആണ് നമ്മളുടെ കൺഫൈൻമെന്റ് ലെങ്ത് L0. ഇനി അടുത്ത കൺസ്ട്രെയിന്റ് 1/6 ഓഫ് ക്ലിയർ സ്പാൻ ഓഫ് മെമ്പർ. അതായത് ഇവിടെ തൊട്ട് ബീമിന്റെ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് ഈ ബീമിന്റെ ടോപ്പ് വരേക്കുള്ള ലെങ്ത് ഡിവൈഡ് ബൈ 6. നമുക്ക് 3.3 മീറ്റർ ഉണ്ടെങ്കിൽ 3.3/6 0.55. അപ്പൊ അതായത് 550 mm ആണ് വരുന്ന വാല്യൂ. ഫസ്റ്റ് വൺ 700, രണ്ടാമത്തത് 550, തേർഡ് വൺ 450 കുറയാൻ പാടില്ല. സോ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്താണോ അതാണ് നമ്മൾ L0 ആയിട്ട് എടുക്കുന്നത്. എന്റെ കേസിൽ അത് മെമ്പറിന്റെ ലാർജ് ഡയമെൻഷൻ ആണ്, 700 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ നമുക്ക് കൺഫൈൻമെന്റ് സോൺ കാണുമ്പോഴത്തേക്കും ഈ പ്രൊജക്റ്റില് എനിക്ക് അതിലും കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ കൺഫൈൻമെന്റ് സോണിന്റെ ലെങ്ത്. ഇതിലെല്ലാ കോളും 900-ഉം 1 മീറ്ററും ആയിരുന്നു. സോ എനിക്ക് ആ കണ്ടീഷൻ വരുമ്പോൾ എല്ലാം 1 മീറ്റർ ആണ് കൺഫൈൻമെന്റ് സോൺ കൊടുക്കേണ്ടി വന്നത്. താഴേന്ന് മേലിന്ന് ഇപ്പൊ 3.3 എന്ന് പറയുന്നത് ഞാൻ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും L0 കുറയും. 3.3 ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ആണ്. അതിൽ നിന്ന് ബീമിന്റെ ഡെപ്ത് ഒരു 0.5 നോക്കിക്കഴിഞ്ഞാല് 2.8 വരാം. 2.8 താഴെ മേലും ഓരോ മീറ്റർ കൺഫൈൻമെന്റ് സോൺ പോയാൽ 0.8 നടുക്ക് വരുന്നുണ്ടോ? ആ 0.8 ലാപ്പിംഗ് സോൺ ആണ്. സോ എനിക്ക് അവിടെ ഒരിടത്ത് ഇടയ്ക്ക് സ്പെഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് അല്ലാണ്ട് വേറൊരു എക്സ്ട്രാ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് നിങ്ങള് വേറൊരു പ്രൊജക്ടിന്റെ കോളത്തിന്റെ ഷെഡ്യൂളിൽ കാണിച്ചു തരാവേ. ഇത് വേറൊരു വലിയ പ്രൊജക്ടിന്റെ കോളം ഷെഡ്യൂളാണ്. ഇതിനകത്ത് കണ്ടോ കോളത്തിന്റെ സ്പെഷ്യൽ കൺഫൈനിങ് റീഇൻഫോഴ്സ്മെന്റ് 875 ആണ്. അതായത് 100 മീറ്റർ കുറഞ്ഞു. നോർമൽ ടൈസിന് സ്പേസിങ് 150. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഈ പ്രൊജക്ടിന്റെ കേസാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ എല്ലായിടത്തും 75 mm തന്നെ സ്പേസിംഗ് ഇട്ട് കൊടുക്കണം ത്രൂ ഔട്ട് കോളത്തില്. ഈ പ്രൊജക്റ്റിൽ അങ്ങനെയാ വന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാല്
അല്ല, അങ്ങനെ തന്നെ വന്നു. കാര്യം ഇതിലെല്ലാ കോളത്തിലും 800 അടുത്തൊക്കെ സൈസ് വരുന്നുണ്ടായിരുന്നു. 2 സെറ്റ് ലാപ്പിംഗ് ഒക്കെ വന്നായിരുന്നു. 2 സെറ്റ് ലാപ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് ത്രൂ ഔട്ട് സർട്ടിഫിക്കറ്റ് കിട്ടി വന്നു. ഓക്കെ, ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻ പാർട്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ വരയ്ക്കണം. ഫൗണ്ടേഷൻ മാറുന്നതനുസരിച്ച് ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ എനിക്ക് പല പല ഫയൽ ക്യാപ്പുകൾ ഉണ്ടായിരുന്നു. ഓരോ കോളത്തിന്റെയും ഫയൽ ക്യാപ്പുകൾ ഡിഫറെന്റ് സൈസുകളായിരുന്നു. സോ ഫയൽ ക്യാപ്പ് അനുസരിച്ച് എനിക്ക് ഓരോ കോളത്തിന്റെയും വേരിയൻസ് വരയ്ക്കേണ്ടി വന്നു. എല്ലാ കോളം, എത്ര കോളം ഇവിടെ ഉണ്ടോ അത്രയും കോളം ഞാൻ ഇവിടെ വരച്ചു. അങ്ങനെ വരയ്ക്കേണ്ടി വന്നു. 1-2 മാത്രമേ സിമിലർ കേസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കോപ്പി എടുത്ത് വെക്കുക ചെയ്തത്. ഇത് സിമിലർ കേസാണ്. ഓക്കെ, അത് ഈ 2 കോളം മാത്രമേ സിമിലർ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും ഏതെങ്കിലും ഒരു ഫ്ലോറിൽ കോളം വേരിയിങ് ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വരച്ചു കൊടുക്കുക. ആദ്യം ഫൗണ്ടേഷൻ വരയ്ക്കണം. ഇപ്പൊ ഇത് ഫയൽ ക്യാപ്പ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി ഇത് ഫൂട്ടിംഗ് ആണെങ്കിൽ ഫൂട്ടിങ്ങിന്റെ സ്റ്റെപ്സ് കാണിക്കണം, നമ്പർ ഓഫ് സ്റ്റെപ്സ് കാണിക്കണം, കറക്റ്റ് സൈസ് കാണിക്കണം. ഇതിപ്പോ ഫയൽ ക്യാപ്പ് ആയതുകൊണ്ട് പൈല് അതിന്റെ മേൽ ഫയൽ ക്യാപ്പ്, അതിന്റെ മേലിൽ നിന്നാണ് ഈ ബാറ്, കോളത്തിന്റെ ബാറ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ലാപ്പിംഗ് ഞാനപ്പോ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അകത്ത് കൊടുത്തു. ഫൗണ്ടേഷന്റെ അകത്ത് ലാപ്പിംഗ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു ലെങ്ത് ഓഫ് ബാർ എന്ന് പറയുന്നത് 5 മീറ്റർ അല്ല 3.75 മീറ്റർ ആ വെച്ചേ. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ബാർ എനിക്ക് 6.75. ഈ 3.75 6.75 ഞാൻ ഇങ്ങനെ കോമ്പിനേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇത് 3 മീറ്റർ വെക്കാം, ഇത് 6 മീറ്റർ വെക്കാം. 3 and 6 ആയിട്ട് കട്ട് ചെയ്യാം. സോ വേസ്റ്റേജ് കുറവായിരിക്കും. കോളത്തിന്റെ കേസിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3യിൽ മുറിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കുറവ് വേസ്റ്റേജ് വരാം. 3, 3, 6. അതല്ലെങ്കിൽ 5.5, 7.5 മുറിക്കുക. അങ്ങനെ 12 മീറ്റർ കിട്ടാൻ പാകത്തിന് നിങ്ങൾ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്ത് മുറിക്കുവാണെങ്കിൽ വേസ്റ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റും. ഇവിടെ 3 and 6 ചെയ്യുമ്പോൾ എനിക്ക് ഗുണം വന്നതെന്നറിയോ? അടുത്ത ഫ്ലോറിൽ എനിക്ക് ഇവിടെ 6 മീറ്ററിന്റെ ബാർ ഇട്ടാൽ 7 മീറ്ററിന് വേണ്ടി വന്നു കേട്ടോ. 7 മീറ്ററിന്റെ ബാർ ഇട്ടപ്പോ എനിക്ക് ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു പോർഷനിൽ ലാപ്പിംഗ് ഒഴിവായി. മറ്റ് സൈഡില് നിങ്ങൾ ഈ ഇമേജ് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പോർഷനില് ഈ 6 ബാറും ഒരുമിച്ച് കട്ട് ചെയ്യുന്നതാണെന്ന്. അല്ല, അത് ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടി വരയ്ക്കുവാണ്. ഇതിൽ ഓരോ ഓൾട്ടർനേറ്റ് ബാറും, ഇപ്പൊ ഒരു ബാർ ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലാപ്പ് ചെയ്താൽ അടുത്ത ബാർ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ ലാപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഓൾട്ടർനേറ്റ് ലാപ്പിംഗ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരച്ചാൽ VBS സ്കാൻ ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ 2 സെക്ഷൻ ആയിട്ട് വരച്ചേക്കുന്നത്. ചില കേസിൽ ഇതിൽ കൂടുതൽ ലൈൻസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കണ്ടോ. എനിക്ക് മൂന്നാമത്തെ ഒരു സെറ്റ് ബാർ കയറി വന്നപ്പോഴത്തേക്കും ഈ 2 കാറ്റഗറിയിൽ എനിക്കത് വരത്തില്ല. ആ സെറ്റ് നമ്പർ ഓഫ് ബാർ അഡീഷണൽ ആയിട്ട് ആ ഫ്ലോറിൽ മാത്രമാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ബാർ വരച്ചു കാണിക്കേണ്ടി വന്നു. സാധാരണ നമ്മൾ ഹൊറിസോണ്ടൽ ബീമിന് വരയ്ക്കുന്ന പോലെ വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ ഇതിൽ ബാർ വരയ്ക്കും. ലാപ്പിംഗിന്റെ ബാർ റെപ്രസെന്റേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ഡീറ്റെയിലിംഗിന്റെ ലൈൻ ഈ വാല്യൂസ് എല്ലാം അതായത് ഈ ഡയമെൻഷൻസും ലൈൻസും ഒക്കെ നമുക്ക് ഒരു VBS കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിം ലെയറും സെയിം ലീഡർ ലൈനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സ്കാനിങ് ടൈം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഈ കോളം നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഒറ്റൊരു കോളത്തിന്റെ VBS മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ ഏതെങ്കിലും ഒരു കോളത്തിന്റെ VBS ചെയ്തു തരണം. ഓക്കെ, അതുപോലെ ബീയിങ്സും ഒരു 4 or 5 ബീം ചെയ്താൽ മതി, അതിൽ കൂടുതൽ ചെയ്യണ്ട. അത് നമ്പർ ഞാൻ കറക്റ്റ് അനൗൺസ് ചെയ്യാം. സ്ലാബ് ആണെങ്കിൽ ഒരു ഫ്ലോറിന്റെ സ്ലാബ് ഫുള്ള് ചെയ്യാൻ നോക്കുക. കാരണം ഡീറ്റെയിൽ ചെയ്തത് നേരെ തന്നെ സ്കാൻ ചെയ്താൽ മതിയല്ലോ. അതിൽ നിങ്ങൾക്ക് അധികം സമയം പോകത്തില്ല. ബീമും കോളോ അല്ല നിങ്ങൾക്ക് ഇത്തിരി സമയം പോകുന്നത്. ബീമും ഡീറ്റെയിലിംഗ് അതിൽ നിന്ന് കിട്ടും. അപ്പൊ 5 എണ്ണത്തിന് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. കോളം ഫുള്ള് വരയ്ക്കാനുള്ളത് കൊണ്ട് 1 എണ്ണം ചെയ്താൽ മതി. ഫൗണ്ടേഷൻ വരയ്ക്കണം, ബാക്കി കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഫൗണ്ടേഷൻ ഡിസൈൻ പഠിക്കേണ്ടി വരും. ഫൗണ്ടേഷൻ ഡിസൈൻ ക്ലാസ്സസ് നെക്സ്റ്റ് എനിക്കൊന്ന് ഈ വീക്ക് പറ്റുമെങ്കിൽ ഞാൻ ഈ വീക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഫൗണ്ടേഷന്റെ ക്ലാസ് ഉണ്ടാവും. ഫൂട്ടിങ്ങും ഫയൽ ക്യാപ്പും പഠിപ്പിക്കും. ഓക്കെ, അത് വരച്ചിട്ട് സ്കാൻ ചെയ്യുക. സ്കാനിങ് പ്രൊസീജിയർ ഒക്കെ സെയിം ബീമിന്റെ സെക്ഷനിൽ തന്നെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ബീമിന്റെ നെയിമിങ് ബി എന്നാ കൊടുക്കുന്നത്, കോളത്തിന് നമ്മൾ സി എന്നാ എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് മാറ്റിയൊരു സി എന്ന് എഴുതണം.
അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. പിന്നെ സ്റ്റിറപ്പിന്റെ പോർഷൻ നിങ്ങൾ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ നമുക്കൊരു ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് 4 leg ടൈയേ വരുന്നുള്ളൂ, ഇനി ഇത് സിറപ്പിന്റെ ക്വാണ്ടിറ്റി എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പ്രോപ്പർ ആയിട്ട് അതിന്റെ ടൈസിന്റെ വാല്യൂസ് ഫില്ല് ചെയ്യാം. ടൈസിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഒരെണ്ണം ചെയ്താൽ മതിയോ, പിന്നെ ഇതിന്റെ വേരിയേഷൻസ് ആണ് ബാക്കി വരാം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എ ആൻഡ് ഇ വാല്യൂസ് എടുക്കാൻ പറ്റും, ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് ബാർ എടുക്കാൻ ഫ്ലോർ ഹൈറ്റ്സ് വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ബാർ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാ. പിന്നെ ഇത് വരയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഫുട്ടിങ്, പിന്നെ അതിന്റെ മേളിൽ പ്ലിന്ത് ബീം ആണോ അല്ലെങ്കിൽ സെയിം ലെവലിലാണോ പ്ലിന്ത് ബീം, പിന്നെ അതിന്റെ മേളിലേക്ക് ഫ്ലോറ്, അതിന്റെ മേളിൽ ഓരോ ഫ്ലോറിന്റെ ബീംസ് വരച്ച് വരച്ച് പോവുക. ഓക്കെ, ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ പറയണേ, അറിയെടുത്ത് തരാം. പിന്നെ ഈ ഓരോ ഷേപ്സും നമ്മൾ വരച്ച് ഓഫ്സെറ്റ് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, വരയ്ക്കുമ്പോ തന്നെ നിങ്ങൾ ജസ്റ്റ് ഫില്ലറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ലറ്റ് ചെയ്യേണ്ട ആംഗിൾ എന്ന് പറയുന്നത് IS 2502 അനുസരിച്ചാണ്. ഫില്ലറ്റ് ആംഗിൾ ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ശരിക്കും പറഞ്ഞാല് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇതിനകത്ത് കണ്ടോ, ഈ 4 times ഡയ അല്ലെ 4 ഡയ ആണ് നമ്മൾ ഫില്ലറ്റ് ആംഗിൾ ആയിട്ട് എടുക്കാറ്. ഇത് തന്നെയാണ് മാൻഡ്രൽ ഡയ. മാൻഡ്രൽ ഡയ എന്ന് പറയുന്നത് ബാർ ബെൻഡിങ് മെഷീനില് ഉള്ളിലൊരു റിങ് വെക്കും, പുറത്തൊരു റിങ് വെക്കും. പുറത്തെ റിങ് ആണ് ബെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഉള്ളിൽ റിങ്ങിന്റെ ഡയമീറ്റർ അനുസരിച്ചായിരിക്കും ബെൻഡ് ആവുന്നത്. സോ ആ മാൻഡ്രൽ ഡയയും ഈ ഒരു ഡയ എന്ന് പറയുന്നത് KD, അതായത് 4 times ഡയ ആണ് കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ബാർ ബെൻഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് 90 ഡിഗ്രി നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കോളത്തിലും ബീമിലും ആ ബാറ് പൊട്ടിപ്പോകും. ഇവൻ കോൺക്രീറ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ അത് പൊട്ടിപ്പോകും, കാരണം ഈൽഡ് ചെയ്ത് പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സൈറ്റില്. അതായത് ബാറ് ബെൻഡ് ചെയ്തതിനു ശേഷം മാൻഡ്രലിന്റെ സൈസ് കറക്റ്റ് അല്ലാതെ ഇരുന്നുകൊണ്ട് ബെൻഡ് ചെയ്ത റേഡിയസ് ഭയങ്കര ഷാർപ്പായിരുന്നു. 90 ഡിഗ്രി ഷാർപ്പായിട്ട് എടുത്തപ്പോഴത്തേക്കും അത് അവിടെ വെച്ച് ഒഴിഞ്ഞു പോയി. പിന്നെ ആ ബാർ യൂസ് ചെയ്യാൻ പറ്റില്ല, കളഞ്ഞിട്ട് പുതിയ സെറ്റ് ബാറ് ചെയ്യേണ്ടി വന്നു. ഏറ്റവും ബുദ്ധിമുട്ട് വരെ എപ്പോഴാന്ന് അറിയോ, കാസ്റ്റ് ഹാഫ് കാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി പോർഷൻ കാസ്റ്റ് ചെയ്യാൻ വരുമ്പോ കോളത്തിലെ ബാർ ഒടിഞ്ഞു പോയാല് പിന്നെ അത് ഫുള്ള് ചിപ്പ് ചെയ്ത് എക്സ്പോസ് ചെയ്ത് പുതിയ ബാർ ലാപ്പ് ചെയ്ത് അതുമേ തുടങ്ങണം. എക്സ്ട്രാ എക്സ്പെൻസും ആണ്, ബുദ്ധിമുട്ടുമാണ്. സോ ബെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ലെങ്ത് സിയും ആ ഒരു ഗ്യാപ്പ് ടിയും ആണ്. ടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡയമീറ്റർ ഓഫ് ബാർ എടുക്കാറ്. സി എന്ന് പറയുന്നത് 3 times ഡയ എന്ന രീതിയിൽ, അത് 1:3 ആണ് ഇവിടെ നമ്മൾ സ്ലോപ്പ് എടുക്കുക. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ പോകുമ്പോൾ 3 ഇൻക്ലൈൻഡ് അല്ലല്ല, ഒരു വേർട്ടിക്കലിന് 3 ഹൊറിസോണ്ടൽ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ എടുക്കുക ഇതിന്റെ സ്ലോപ്പ്. അങ്ങനെ വെച്ച് തന്നെയാണോ നമ്മൾ എല്ലായിടത്തും ലാപ്പിംഗ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതല്ല, സ്കാൻ ചെയ്യുന്നതിന് മുന്നുള്ളതിൽ കാണിച്ചു. ഇതിപ്പോ 12 ഡയ ബാർ ആണ്. 12 ചിലപ്പോ ഉണ്ടായിരിക്കില്ല, 25 കാണിച്ചത്. 25 ഡയ ആണെങ്കിൽ 3 times ഡയ 75 എവിടെയെങ്കിലും കൊടുത്തേക്കുന്നത്. 12 ആണെങ്കിൽ അപ്പൊ നമുക്ക് എത്ര കൊടുക്കണം? 12 into 3 36. അത് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 40 ആയിട്ട് കൊടുക്കാം. വാല്യൂ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, കുറയ്ക്കാൻ പാടില്ല. 3 times ഡയ മിനിമം ആണ്. ഓക്കെ, സെയിം തന്നെ കോളത്തിനും ചെയ്യാം. നമ്മളത് 3 times ഡയ എടുക്കും. ഇവിടെയാണെങ്കിൽ നമ്മള് മാൻഡ്രലിന്റെ ലെങ്ത് മിനിമം ഹുക്ക് ലെങ്ത് ആണ് ഈ കൊടുത്തേക്കുന്നത്, അത് ടേബിൾ 2 അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇവിടെ മിനിമം ഹുക്ക് ആ കൊടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് ബാർ ആണ് കേട്ടോ ഇത്. സ്ട്രെയിറ്റ് ബാർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് ടൈസിലില്ല, അത് അങ്ങനെ ആയിട്ടാ കൊടുക്കുക കേട്ടോ. ഇതാണ് സ്ട്രെയിറ്റ് ബാർ വെച്ചേക്കുന്നത്. അതിന് 135 ഡിഗ്രി കൊടുക്കും. നേരെ ഒരു ബാർ ഒരിക്കലും നമ്മൾ വെച്ച് കെട്ടത്തില്ല, അതുകൊണ്ട് 135 ഡിഗ്രി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോളം BBSന്റെ കോൺസെപ്റ്റ് ഇത്രയാണ്. ആദ്യം നിങ്ങൾ അത് വരയ്ക്കണം, പ്രോപ്പർ സെക്ഷൻ വരയ്ക്കണം. സെക്ഷൻ വരയ്ക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ സെക്ഷൻ ആർക്കിടെക്ചർ സെക്ഷൻ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഹൈറ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. ഫൗണ്ടേഷന്റെ ഡിസൈൻ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കോളം ചെയ്യാൻ പറ്റത്തുള്ളൂ ഡീറ്റെയിലിംഗ്. അപ്പൊ കോളത്തിന്റെ ബോട്ടത്തിൽ വരുന്ന സപ്പോർട്ട്സ് എന്തൊക്കെയാന്ന് നോക്കണം.
സപ്പോർട്ട് കണ്ടീഷൻസ് വരച്ച് അതിന്റെ മേളിലേക്ക് കോളം വരച്ച് അതിനുശേഷം റീബാർ വരച്ചു കൊടുക്കണം. ഇവിടെയും ഡെവലപ്മെന്റ് ലെങ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെവലപ്മെന്റ് ലെങ്തിന് നമ്മൾ ചെക്ക് ചെയ്യും ഈ ഡെപ്ത് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ലെങ്ത് കിട്ടുന്നുണ്ടോന്ന്. അതായത് ബീമിന്റെ ടോപ്പിൽ നിന്ന് ഈ കോളത്തിന് ഈ പൈൽ ക്യാപ്പിന്റെ അകത്തേക്ക് എത്ര കയറി. ബീമും ഒരു സപ്പോർട്ടാണ്, പൈൽ ക്യാപ്പ് ഒരു സപ്പോർട്ട്. അപ്പൊ രണ്ട് സപ്പോർട്ടിന് അകത്തൂടെ എത്ര കയറി വന്നു നോക്കും. അത് ഡെവലപ്മെന്റ് ലെങ്തിന് ഇക്വലന്റ് ആയിരിക്കണം. LD+10 ടൈംസ് ഡൈ ആയിരിക്കണം. ഓക്കെ, ഇത് ജനറൽ നോട്ട്സ് കാണിച്ചു തരാം. അല്ലാണ്ട് നമുക്കത് വരുന്നത് SP34 ഉണ്ട്, IS13920 ഉണ്ട്. കണ്ടോ, LD+10 ടൈംസ് ഡൈ ആണ് എപ്പോഴും ഫൗണ്ടേഷനകത്തേക്ക്. എന്ത് സപ്പോർട്ട് ആയാലും വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ സപ്പോർട്ടിനകത്തേക്ക് ഡെവലപ്മെന്റ് ലെങ്ത് +10 ടൈംസ് ഡൈയും കൂടി കൊടുക്കണം. പിന്നെ മിനിമം ലെഗ് എത്ര വേണം, അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ഇല്ലേ അതിന് ഒരു 300 mm ആണ് നമ്മൾ മിനിമം ആയിട്ട് പറയാം. അത്രയെങ്കിലും കൊടുക്കണം, എന്നാലേ ബാർ വെർട്ടിക്കൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാ പറയാറ്. ഇത് കണ്ടോ 300 ഇപ്പൊ കൊടുത്തേക്കുന്നത്. ഇനി 300 നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത കേസ് ആയതുകൊണ്ട് ഇത് അകത്തേക്ക് പൈൽ ക്യാപ്പിലൊക്കെ അകത്തേക്ക് നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. യൂഷ്വലി നമ്മൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്താൽ വെക്കുക, കൂടുതൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ കോളത്തിന്റെ ബോട്ടത്തിൽ നമ്മൾ അതിന്റെ ലെഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫിക്സ് ചെയ്യുന്നതൊക്കെ. കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്താട്ടോ പറയുന്നത്. ഇപ്പോ ക്ലാസ്സസ് മിസ്സാവുന്ന ആൾക്കാർ പലതും പഴയ ക്ലാസ്സസ് കേട്ട് നോക്കുക. ആക്ച്വലി ഞാൻ ഇന്ന് ഒപ്റ്റിമാക്സിന്റെ ക്ലാസ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഇത്രയും സമയം ആയ സ്ഥിതിക്ക് ഒപ്റ്റിമാക്സ് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വെക്കാം. ഇതോടെ BBS സെഷൻസ് കഴിയും. അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് പോർഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് BBS അസൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഇപ്പോൾ. സ്ലാബ്, ബീം, കോളം ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ സ്ട്രക്ചർ ചെയ്യാണ്ട് പ്യുവർലി പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. മെയിൽ ചെയ്യുന്നവർക്ക് ഞാൻ അതിനുള്ള അസൈൻമെന്റ് ഫയൽസ് വരും. ആ ഫയലിലായിരിക്കും നിങ്ങൾക്ക് BBS ചെയ്യേണ്ടി വരാം. സ്ട്രക്ചർ ചെയ്യുന്നവർക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ജനറേറ്റ് വരുന്ന ഫയൽ അങ്ങനെ തന്നെ പിടിച്ച് സ്കാൻ ചെയ്താൽ റിസൾട്ട് ഒരുവിധം കിട്ടും. സ്ലാബിലൊക്കെ ബാർ കണ്ടിന്യൂസ് വരയ്ക്കേണ്ടി വന്നാൽ മാത്രം നിങ്ങൾക്ക് പിന്നെ കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് കുറവായിരിക്കും. ഈവൻ ബീം ആയാലും സിമ്പിൾ ആയിരിക്കും. 12 മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാപ്പിംഗ് ഒക്കെ വരയ്ക്കേണ്ടി വരത്തുള്ളൂ. ഡെവലപ്മെന്റ് ലെങ്ത് കറക്ഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, നിങ്ങൾ ആ വാല്യൂസ് ഒക്കെ പ്രോപ്പർട്ടിയിൽ കറക്റ്റ് അല്ല എൻ്റർ ചെയ്യുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ അസൈൻമെന്റ്സ് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വെക്കേഷൻ ഇപ്പോഴാണ് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സെം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊജക്ട്സ് ഒക്കെ മിനി പ്രൊജക്ട് മെയിൻ പ്രൊജക്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഒന്നും തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറ്റുന്നത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സീനിയേഴ്സിന്റെ ബാച്ച് ഒക്കെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാ, അതുകൊണ്ടാണ് പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ എയിം എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം വൃത്തിയിൽ അസൈൻമെന്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അസൈൻമെന്റ് റിജക്ട് ചെയ്യത്തുള്ളൂ, സർട്ടിഫിക്കറ്റിന് കൺസിഡർ ചെയ്യത്തില്ല. കാര്യം പ്രോപ്പർലി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നാളെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലുന്ന കമ്പനി വിചാരിക്കാൻ ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല, ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിന് ഒരു ക്വാളിറ്റി ഇല്ലാതായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ അസൈൻമെന്റ്സ് ചെക്ക് ചെയ്യും, കറക്ഷൻസ് തരും, റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ റീസബ്മിറ്റ് ചെയ്യുന്നത് വിത്തിൻ ഡെഡ് ലൈൻ ആയില്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് വാലിഡേറ്റ് ചെയ്യോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരുമോ ചെയ്യത്തില്ല. 3 കൺസ്ട്രെയിൻസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത്. 60% അറ്റൻഡൻസ് ഉണ്ടാവണം, അതായത് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യണം. റെക്കോർഡിംഗ് പിന്നീട് നോക്കുന്നതല്ല, സെഷൻസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ വരുന്നത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് തേർഡ് ക്വിസ് അറ്റൻഡ് ചെയ്യണം. 5 മിനിറ്റ് ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിക്കതും ചോദിക്കാറ്. അത് പലതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കുക. വളരെ കുറച്ചാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചോദിക്കുന്നത്. ഓക്കെ, ഈ കോളം BBS ഒന്നും അധികം ആൾക്കാർ ചെയ്യത്തില്ല. പക്ഷെ സൈറ്റില് പ്രോപ്പർ ആയിട്ട് BBS ചെയ്താൽ ഒരു ഗുണം കോളത്തിന് വരുന്നതെന്നറിയോ? കൺഫൈൻമെന്റ് സോൺ സ്പ്ലൈസസ് കാണിച്ചു തന്നില്ലേ ഞാൻ, ആ സ്പ്ലൈസസിന്റെ പൊസിഷൻ കറക്റ്റ് നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ ആൻഡ് അതിന്റെ കട്ടിംഗ് ലെങ്ത് വേസ്റ്റ് കൂടാണ്ട് കിട്ടാനും ഏറ്റവും നല്ലത് BBS ചെയ്യാനാണ്. അന്ന് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ബീം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ കോളാ. ഒരെണ്ണം ടിപ്പിക്കൽ ചെയ്താൽ പിന്നെ അതിന്റെ കോപ്പീസാ, ബാക്കിയല്ല. നമ്പർ ഓഫ് ബാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത്രേ ഉണ്ടാവാറുള്ളൂ മിക്ക പ്രൊജക്ട്സിനും. സോ കോളം BBS സിമ്പിൾ ആണ്, അതുപോലെ നല്ല എഫക്റ്റീവ് ആണ്.
നമ്മൾ അറിയാണ്ട് പോലും ബാറിന്റെ ലാപ്പിംഗ് കൺഫൈൻമെന്റ് സോണിൽ കൊടുക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ന്യൂസിൽ ഒരു കോളം ഫെയിലിയറിന്റെ കേസ്. അതുപോലത്തെ ഭയങ്കര കറ്റാസ്ട്രോഫിക് ഫെയിലിയേഴ്സ് ഉണ്ടാവും. പ്രശ്നം എന്ന് വെച്ചാൽ താഴെ ഫ്ലോറിലാണ് ഒരു കോളം ഫെയിൽ ആയിരിക്കുന്നത്. റിട്രോഫിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫുൾ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉണ്ടാവും. അപ്പൊ എന്താ പറ്റുക, അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ജസ്റ്റ് ഒരു കോളത്തിന്റെ കൺഫൈൻമെന്റ് സോണിൽ ലാപ്പിംഗ് വന്നുകൊണ്ട് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായോ? ചെറിയൊരു മിസ്റ്റേക്കാ, പക്ഷെ ആ ഒറ്റ ചെറിയ മിസ്റ്റേക്ക് മതി കോടികള് വില വ്യത്യാസം വരും. അന്നപ്പോ സൈറ്റിൽ നിന്ന് സൂപ്പർവൈസ് ചെയ്ത ആള് ഉറപ്പായിട്ടും പൊക്കും, അയാൾക്കായിരിക്കും ആ ഫൈൻ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചില കേസ് ഇപ്പൊ അവിടെ ഒരു ആ ഒരു ഫീലറിന്റെ സമയത്ത് ആൾക്കാർ നോട്ടീസ് ചെയ്തു, ഇവാക്യുവേഷൻ നടന്നു, വലിയൊരു ഫീലറിലായാലും വലിയ പ്രശ്നത്തിലേക്ക് മാറിയില്ല. അത് ദൈവഭാഗ്യം. അതേ സമയത്ത് അതൊരു വലിയ ഫീലറിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് ബിൽഡിംഗ് ഡിമോളിഷൻ ആവുകയാണെങ്കിൽ എന്താ അവസ്ഥ? അത്രയും ജീവന് നമ്മൾ ഉത്തരവാദിത്തം പറയണം. സ്ട്രക്ചർ ഡിസൈൻ അത്ര നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല, നല്ല സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് ഹെഡ് ചെയ്യുക എന്നതാണ് നല്ലത്. ഓരോ മിസ്റ്റേക്കിനും അത്രയും വില വരുന്നുണ്ട്, നമ്മളെ ലൈഫ് വെച്ച് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പറ്റുന്നതും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മടിക്കണ്ട, ഗ്രൂപ്പിലിടാം. മീറ്റിങ്ങിന്റെ സമയത്ത് ചോദിക്കാനുള്ള മടി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാൻ മടി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറവാണെന്ന് കാണിക്കുന്നുള്ളൂ. അതുപോലെ സോഫ്റ്റ്വെയറും ഇതുവരേക്കും ഇൻസ്റ്റാൾ ചെയ്തോന്ന് എനിക്ക് ഡൗട്ടാണ്. ഇൻസ്റ്റാൾ ചെയ്യാം, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന സോഫ്റ്റ്വെയറാ. അധികം കപ്പാസിറ്റി നിങ്ങളുടെ സിസ്റ്റത്തിന് വേണ്ട. ആകെ കപ്പാസിറ്റി വേണ്ടി വരുന്നത് ഓട്ടോകാഡിനും റെവിറ്റിനൊക്കെയാണ്. അത് നിങ്ങൾ ഓട്ടോകാഡൊക്കെ വർക്ക് ചെയ്യാൻ അത്രയും പാടില്ല തോന്നുന്നു. എനിക്ക് i3-ലൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം. i3-ല് റെവിറ്റ് കുറച്ച് പാടാവും. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ആദ്യ സിസ്റ്റത്തിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന i3-ലാണ് റെവിറ്റ് യൂസ് ചെയ്തേക്കുന്നത്. പാരലലി ഒരു സോഫ്റ്റ്വെയറും റൺ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അതിനകത്ത് നമ്മള് ഗ്രാഫിക്സിന്റെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റൺ ആയിക്കോളും ചെറിയ പ്രൊജക്ട്സ് ഒക്കെ. വലുതൊന്നും പോകത്തില്ല, എന്നാലും ചെറുതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് റെവിറ്റിന്റെ ക്ലാസ്സസ് വേണമെങ്കിൽ ഈ VBS കഴിയുമ്പോൾ സ്ട്രക്ചർ ഡിസൈനും VBS കഴിഞ്ഞ് നമുക്ക് വരുന്ന ഒരു ഗ്യാപ്പിൽ റെവിറ്റിന്റെ ക്ലാസ്സസ് വെക്കാം. ഒരു 1 വീക്ക് ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് റെവിറ്റ് മോഡലിംഗും പഠിപ്പിച്ചു തരാം, റീബാർ മോഡലിംഗിന്റെ ബേസിക്സും തരാം. ഓക്കെ, പുതിയൊരു ഏരിയ ആണ്, പുതിയൊരു സ്കോപ്പാണ്. കാര്യം റീബാർ മോഡലിംഗ് അധികം ആരും ചെയ്യുന്നില്ല. എനിക്ക് ഉറപ്പായിട്ടും പറയാം, റീബാർ മോഡലിംഗ് അധികം ആരും ചെയ്യുന്നില്ല. പല പ്രൊജക്ട്സിലും ഞങ്ങൾ റീബാർ മോഡൽ കൊടുക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോന്ന്. ഈവൻ ക്ലയൻസിന് പോലും അറിയത്തില്ല പലർക്കും. സോ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പല സൈറ്റിലും സിമ്പിൾ ആയിട്ട് ഏത് കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ കോംപ്ലിക്കേറ്റഡ് പ്രൊജക്ട്സ്, ബ്രിഡ്ജസ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രശ്നം കമ്പി ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ ഡീറ്റെയിൽ ചെയ്ത് സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുമ്പോൾ ഓരോ ബാർ തമ്മിലുള്ള ക്ലാഷസ്, കവർ എത്ര കൊടുക്കണം, ഈ ബാർ ഇങ്ങനെ കൊടുക്കണം, അതിന്റെ ഷേപ്പിൽ അതിങ്ങനെ ബെൻഡ് ചെയ്യണം, ആൻഡ്രിൽ ഏതാ, ഡൈ ഏതാ, ആംഗിൾ ഏതാ എന്നുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും 3D-യിലാണ് നിങ്ങൾ റീബാർ മോഡൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.